ഉപതെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണം അവസാനിരിക്കെ പാലക്കാട് ഇരട്ട വോട്ട് വിവാദം ശക്തമാകുന്നതിനിടയിലാണ് മറ്റൊരു കള്ളവോട്ടുമായി കോൺഗ്രസ് ഹൈക്കോടതിയിലേക്ക് കടക്കുന്നത്. കോഴിക്കോട് ചൊവ്വയൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ട് നടന്നതിനാൽ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണം എന്നാണ് പ്രധാന ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഹൈക്കോടതിയിലെത്തുന്നത്. തങ്ങളുടെ കൈകളിൽ സുരക്ഷിതമെന്ന് കരുതിയ ബാങ്ക് ഭരണമായിരുന്നു കോൺഗ്രസിന് നഷ്ടമായത്. CPIM പിന്തുണയിൽ കള്ളവോട്ട് നേടിയാണ് കോൺഗ്രസ് വിമതർ ജയിച്ചത് എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. തിരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. CPIM ആക്രമണം അഴിച്ചുവിട്ടപ്പോഴും നോക്കുകുത്തിയായി നിന്ന മെഡിക്കൽ കോളേജ് SP K ഉമേഷിനെതിരെ നടപടിയെടുക്കണമെന്നും പറയുന്നുണ്ട്. തിരിച്ചറിയൽ പരിശോധനകൾ നടത്താതെ വോട്ട് ചെയ്യാൻ അനുവദിച്ച റിട്ടേണിംഗ് ഓഫീസർ കൃത്യനിർവഹണത്തിൽ വീഴ്ച നടത്തിയെന്നും കോൺഗ്രസ് ഹൈക്കോടതിയെ അറിയിക്കുകയാണ്. ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയം ഇതിനോടകം തന്നെ ഹൈക്കോടതിയുടെ പരിഗണനയുമാണ്. കോൺഗ്രസ് ആവശ്യത്തിൽ കോടതിയുടെ നടപടി പ്രധാനമാകും. DCCയുമായുള്ള ഭിന്നതയെ തുടർന്നാണ് നിലവിലെ ഭരണസമിതി കോൺഗ്രസ് വിമതരായി നിന്ന് തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ചൊവ്വയൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനിടെ സംഘർഷം നടന്നിരുന്നു. MK രാഘവൻ MP നേരെയും കയ്യേറ്റമുണ്ടായ സാഹചര്യമുണ്ടായിരുന്നു. കോൺഗ്രസ് പാനലിലും CPM പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് വിമതരും തമ്മിലായിരുന്നു മത്സരം നടന്നത്. ബാങ്ക് സംരക്ഷണ സമിതി എന്ന പേരിലായിരുന്നു വിമതർ CPM പിന്തുണയോടെ മത്സരിക്കുന്നത്. 35,000-നോടടുത്ത് അംഗങ്ങളുള്ള ചൊവ്വയൂർ സഹകരണ സർവീസ് ബാങ്കിൽ കോൺഗ്രസിന്റെ കൈവശമുള്ള ബാങ്കാണെങ്കിലും ഭരണസമിതിയും പാർട്ടിയും കുറച്ചു കാലമായി തർക്കത്തിലാണ്. ഭരണസമിതി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ MK രാഘവനെതിരെ നിലപാടെടുത്തതോടെയാണ് കോൺഗ്രസ് നേതൃത്വം പാർട്ടിയിൽ നിന്നും ഇവരെ പുറത്താക്കുന്നത്. ഇതിനിടയിൽ ചൊവ്വയൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ട് ആരോപണവുമായി വോട്ടർമാർ രംഗത്തേക്കെത്തി. വോട്ട് ചെയ്യാനെത്തിയപ്പോൾ തന്റെ വോട്ട് മറ്റാരോ രേഖപ്പെടുത്തിയതായി കോവിയൂർ സ്വദേശി പ്രസീദ് വെളിപ്പെടുത്തി. കോവിയൂർ 8-ാം നമ്പർ ബൂത്തിലായിരുന്നു വോട്ട്. കള്ളവോട്ടിന് പിന്നിൽ നിലവിലെ ഭരണസമിതി എന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. ഇതിനൊപ്പം 78-കാരനായ PS ജയപ്രകാശിന്റെ വോട്ട് നേരത്തെ ചെയ്തുവെന്നും ആരോപണം ഉയർന്നു വന്നു. ക്യൂ നിന്ന് വോട്ട് ചെയ്യാനെത്തിയപ്പോൾ തന്റെ വോട്ട് നേരത്തെ ചെയ്തതായി പറഞ്ഞെന്നാണ് ജയപ്രകാശ് പറയുന്നത്. താൻ സ്ഥിരമായി കോൺഗ്രസ് ഔദ്യോഗിക പാനലിന് വോട്ട് ചെയ്യുന്ന ആളാണെന്നും ജയപ്രകാശ് പറഞ്ഞു. അങ്ങനെ സംഘർഷഭരിതമായ ചൊവ്വയൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് ഒടുവിൽ കോടതി കയറുകയാണ്. അതിനിടയിൽ പാലക്കാടും സ്ഥിതി വ്യത്യസ്തമല്ല. ഇരട്ട വോട്ട് വിഷയത്തിൽ വ്യാജന്മാർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് ജില്ലാ കളക്ടർ S ചിത്ര. ആകെയുള്ള 150 ബൂത്തുകളിൽ 14 ഇടങ്ങളിൽ വോട്ടുകൾ ഇരട്ടിപ്പുണ്ടെന്ന് സൂക്ഷ്മ പരിശോധനയിൽ കണ്ടെത്തി. വോട്ടർ പട്ടിക തയ്യാറാക്കിയ സോഫ്റ്റ്വെയറിലെ തകരാറാണ് ഇരട്ടിപ്പിന് കാരണമെന്നാണ് വിശദീകരണം നൽകിയത്. പരാതികൾ ഉയർന്നതിനെ തുടർന്ന് ജില്ലാ കളക്ടറാണ് വരണാധികാരി കൂടിയായ RDOയെ പരിശോധനയ്ക്ക് ചുമതലപ്പെടുത്തിയത്. ഇരട്ടിച്ചതായി കണ്ടെത്തിയ വോട്ടുകളെ പ്രത്യേക പട്ടികയിലാക്കി മാറ്റി നടപടിയെടുക്കുമെന്നും ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചയുണ്ടെന്ന് കണ്ടെത്തിയാൽ നടപടി ഉണ്ടാകുമെന്നും കളക്ടർ ഡോക്ടർ S ചിത്ര അറിയിച്ചു.